അമ്മ കൊടുക്കുമോ എന്നുള്ള ഭയം വല്ലാതെ മകനുണ്ട്. അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ജയമൊക്കെ രണ്ടാമത്, അമ്മയെ അറസ്റ്റ് ചെയ്യുമോ, ED പിടികൂടുമോ എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ ഭയം. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുകയാണ്, ഈ ശബരിമലയെ കുറിച്ചൊരു അക്ഷരം മിണ്ടരുത്, എന്തോ ആയിക്കൊണ്ട് പോട്ടെ, നമ്മൾ കുറച്ചുകൂടി കൊടുത്ത് അത് ആള് കത്തിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. എന്താ രാഹുൽ ഇങ്ങനെ പറയാനുള്ള കാരണം? അളിയനും അമ്മയും കുരുങ്ങും, അത് തന്നെ കാരണം. അതിനകത്ത് ഇന്നലെ ഡൽഹിയിലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വിളിച്ചു പറഞ്ഞതിന് ശബരിമല വിഷയം വലിച്ചിഴക്കരുത്, സോണിയാഗാന്ധിയുടെ പേര് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുക. അതായത് ശബരിമല വിഷയം കോൺഗ്രസ് ഇനി ചർച്ച ചെയ്യേണ്ട എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ശബരിമല വിഷയം വലിച്ചിഴക്കരുത് എന്ന് പറഞ്ഞാൽ ശബരിമല വിഷയം കോൺഗ്രസ് ഇലക്ഷൻ പ്രചരണാർത്ഥം ശബരിമലയിലെ കള്ളന്മാരെ അല്ലെങ്കിൽ CPM ആണ് മോട്ടിച്ചതെന്ന് പറഞ്ഞാൽ ഉടനെ ഇന്നലെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ റിക്കാർഡിക്കലി പറഞ്ഞു ശിവൻകുട്ടി, ശബരിമല കൊള്ളയിലെ സ്വർണം സോണിയാഗാന്ധിയുടെ വീട് റെഡി ചെയ്താൽ കാണും. ഇതിപ്പം വല്ലാത്തൊരു സംസാരവും ചർച്ചയുമായിട്ട് മാറിയിരിക്കുകയാണ്. ശബരിമല കൊള്ളയ്ക്കകത്ത് CPM ഉണ്ട്, അല്ലെങ്കിൽ CPM നേതാക്കളാണ് അകത്ത് കിടക്കുന്നത്. പക്ഷേ CPMന്റെ നേതാവെന്ന് പറഞ്ഞ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വരെ വന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ വന്നിട്ടുള്ളൂ. അതിനപ്പുറം ഉള്ളവർ വന്നിട്ടില്ല. നാളെ കാലത്ത് ഒരു പക്ഷേ ഇദ്ദേഹം മന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ വരും എന്ന് പറയാം, സംസ്ഥാന കമ്മിറ്റി അംഗം. പക്ഷേ ശബരിമല കൊള്ളയ്ക്കകത്ത് കോൺഗ്രസിന്റെ വന്നേക്കുന്ന ആരാ? ദേശീയ പ്രസിഡന്റായിട്ട് പലവട്ടം ഇരുന്നിട്ടുള്ള, ഒരുപക്ഷെ ഈ നെഹ്റു കുടുംബത്തിൽ നിന്ന് കോൺഗ്രസിന് ഇതിനപ്പുറം ഒരാളില്ലല്ലോ. രാഹുൽ ഗാന്ധി ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുകയാണെങ്കിൽ പോലും സോണിയാഗാന്ധിക്ക് അപ്പുറമല്ലല്ലോ. സോണിയാഗാന്ധി എന്ന് പറയുന്ന ആളായിരുന്നല്ലോ ഇതിനു മുമ്പ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പ് ഒരുപക്ഷെ രാജീവ് ഗാന്ധിക്ക് ശേഷം കോൺഗ്രസിനെ വളരെ ദീർഘകാലം നയിച്ചത്, ഇപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്നതായിട്ടുള്ള വ്യക്തി. ആ വ്യക്തി തന്നെ ശബരിമല കൊള്ള ചർച്ച ചെയ്യുമ്പോൾ ഈ പറയുന്ന ശബരിമല കൊള്ളയുടെ പ്രധാനപ്പെട്ട പ്രതിയായിട്ട് പറയുന്ന പോറ്റിയും കുടുംബവും ഈ പറയുന്ന സോണിയാഗാന്ധിയുടെ വീട്ടിലാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള എങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ വരും? പ്രകാശിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും, മണ്ഡലത്തിലുള്ള അദ്ദേഹം പലവട്ടം ഇവിടുത്തെ നമ്മുടെ കോന്നിയിൽ MLA ആയിട്ടിരുന്നിട്ടുള്ള, പലവട്ടം ഇപ്പോൾ MP ആയിട്ടിരുന്നിട്ടുള്ള, നമുക്ക് അവൈലബിൾ. അതിലേ കൂടെ പോകുമ്പോഴും അദ്ദേഹത്തെ വിളിച്ച് കൈ കാണിച്ചാൽ നിർത്തി ഇറങ്ങി വന്ന പുള്ളിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നമുക്കെല്ലാം സാധിക്കുന്നവർ. പക്ഷെ സോണിയാഗാന്ധിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ? ഇനിയും സോണിയാഗാന്ധിയുടെ കൂടെ അങ്ങ് ഫോട്ടോ എടുക്കാൻ സാധിച്ചെന്ന് വെച്ചു, സോണിയാഗാന്ധിയുടെ വീട്ടിൽ ചെന്ന് കുടുംബമായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുന്ന എന്തിനാ? ഈ ചോദ്യത്തിന് മറുപടി പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് സോണിയാഗാന്ധിയുടെ കൂടെ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനല്ല മറുപടി പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാ മുഖ്യമന്ത്രിയുടെ കൂടെ? അതിനും മറുപടിയുണ്ട്. ഞങ്ങൾക്ക് പറയില്ല, മുഖ്യമന്ത്രിയുടെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു പൊതുപരിപാടി വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെ ഇയാളൊക്കെ ഈ പറയുന്ന പോലെ പലരുടെ ആളില്ലയോ, ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ആള്, ദേവസ്വം മെമ്പർമാരുടെ ആള്, അല്ലെങ്കിൽ കൊള്ളയടിച്ചു കൊടുക്കുന്നതിന് കൊള്ളക്കാരെ രാഷ്ട്രീയ പാർട്ടിക്കകത്തുണ്ടല്ലോ. ഇപ്പം അതിനകത്ത് ഇയാൾ ഇങ്ങോട്ട് നിന്നോ, അടുത്തല്ലെങ്കിൽ ഇച്ചിരി അങ്ങോട്ട് നിന്നത് ഫോട്ടോ അങ്ങനെ കിട്ടും. എന്നാലും ചോദിക്കുക സോണിയാഗാന്ധിയുടെ കൂടെ അങ്ങനെ വരും? അല്ല, ഈ ചോദ്യം ഉയർന്നാൽ ഇപ്പം തന്നെ അന്വേഷണം അവരിലേക്ക് വരണമെന്ന് പറയുന്നു. അന്വേഷണം അവരിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്ന് ഈ പറയുന്ന പോലെ ശബരിമല കൊള്ളയിലെ യഥാർത്ഥ പ്രതികളെ BJP അധികാരത്തിൽ വന്നാൽ വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. BJP അധികാരത്തിൽ വന്നില്ലെങ്കിലും അതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കും. മോദി അത് പറഞ്ഞിട്ടാ പോയി. പിന്നെ അധികാരത്തിൽ വന്നാലെന്ന് പറഞ്ഞാൽ ആ കാരണം കൊണ്ട് ശബരിമല വിഷയത്തിനകത്ത് ഇവിടുത്തെ വൈകാരികത പുള്ളിക്കറിയാം. അപ്പൊ അങ്ങനെ ആ ഒരു വിഷയം കൂടെ വരുമ്പോൾ വോട്ട് BJPക്ക് കിട്ടുമല്ലോ. ഇതിനു മുമ്പ് ശബരിമല വിഷയത്തിൽ, സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഇതേ വൈകാരികത കൊണ്ട് BJPക്ക് ഉണ്ടായ നേട്ടവും BJPക്ക് ഉണ്ടായ വളർച്ചയും മോദിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ വന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇന്നലെ കണ്ടല്ലോ, ABVPയും BJP അല്ലെങ്കിൽ പലരും ഇതിനകത്ത് ഇറങ്ങി, അല്ലെങ്കിൽ സമരം ചെയ്ത് തുടങ്ങി. അപ്പം അത് ഒരുപക്ഷെ ഡൽഹിയിൽ നമ്മൾ ബുദ്ധിയില്ലെന്ന് പറയുമ്പോഴും ചെറുക്കൻ്റെ തലയെ കത്തിക്കാണ്. ഇദ്ദേഹം ഉദ്ദേശിച്ചാണ്, പലതും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അയാൾ കേന്ദ്ര പ്രധാനമന്ത്രിയാണല്ലോ, എന്ത് വേണമെങ്കിലും അറിയാൻ പറ്റുന്ന രീതിയിലുള്ള രഹസ്യാന്വേഷണ വിഭാഗവും സംവിധാനങ്ങളും ഒക്കെയാണ്. കാർട്ടൽ ആരാണെന്നുള്ള കാര്യത്തെപ്പറ്റി ഏകദേശം ഒരു ധാരണ പുള്ളിക്ക് ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ ചോദിച്ചു വന്ന് ED ഇവിടുത്തെ അന്വേഷിക്കാൻ തുടങ്ങിയത്. EDക്ക് അന്വേഷിക്കാൻ അനുമതി കേരള ഗവൺമെൻറ് കൊടുക്കാത്തപ്പം കോടതി കൊടുത്തത്. കോടതിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയപ്പോൾ ED ഒരുപക്ഷെ ഇവരെ വന്ന് വിവരം തിരക്കുമെന്ന് മാത്രം വിചാരിച്ചിരുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ നേതാക്കന്മാർ, അതിനപ്പുറം ED ദക്ഷിണേന്ത്യ മുഴുവൻ റെയ്ഡ് നടത്തിയത്, മഹാരാഷ്ട്രയിൽ റെയ്ഡ് നടത്തിയത്, തമിഴ്നാട്ടിൽ റെയ്ഡ് നടത്തിയത്, കേരളത്തിൽ റെയ്ഡ് നടത്തിയത്, 28 ഇടത്ത് ഒരേ സമയം റെയ്ഡ് നടത്തിയത്, 35 അപ്പുറം പ്രതികളെ ചോദ്യം ചെയ്യാൻ വേണ്ടി ED തീരുമാനിക്കുന്നത്, ഈ പറഞ്ഞ SIT പറഞ്ഞു വിട്ട
മണി ഉൾപ്പെടെയുള്ളവരുടെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തിയത്, 8ഓളം സ്ഥാപനങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്ന് ഇ ഡി കണ്ടെത്തിയത്. അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ സ്മാർട്ട് ക്രിയേഷൻസ് ഇവിടുത്തെ സ്വർണം മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ പല അമ്പലങ്ങളിലെയും സ്വർണം കൊള്ളയടിക്കുന്നതിന് കൂട്ടുനിന്ന കക്ഷിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വ്യാപ്തി മനസ്സിലായി, കാർട്ടലിനെ പൊക്കുമെന്ന് മനസ്സിലായി. ആ കാർട്ടലിനെ പൊക്കുമെന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്നും അറിയാതെ ആൾക്കാർ സോണിയാഗാന്ധിയിലേക്ക് പോകുമ്പോൾ, സോണിയാഗാന്ധിയിലേക്ക് പറയുമ്പോൾ സോണിയാഗാന്ധിയുടെ മരുമകൻ്റെ ബിസിനസ് എന്തുവാ? വാദ്രയുടെ ബിസിനസ് ഇൻ്റർനാഷണൽ ഈ പറയുന്നത് പോലെ പഴയ സാധനങ്ങൾ എടുക്കുക. തന്തയുടെ ബിസിനസ് പിത്തള വാച്ച കച്ചവടമായിരുന്നു. മോൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ആൻറ്റിക് ബിസിനസ്. കോടിക്കണക്കിന് രൂപയുടെ ഇതുപോലെയുള്ള ആൻറ്റിക് സാധനങ്ങൾ എടുത്ത് കോടിക്കണക്കിന് രൂപയ്ക്ക് മറിച്ച് വിൽക്കുന്ന ബിസിനസ്സാണ്. ഇതേ ബിസിനസ് തന്നെയാണ് ഇൻ്റർനാഷണൽ ലെവൽ ഏറ്റവും വലിയ ആൻറ്റിക് ബിസിനസ്സുകാരിയാണ് സോണിയാഗാന്ധിയുടെ സഹോദരി. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഈ ഒരു ബന്ധത്തെ പറയണം. ഈ മണിയെന്ന് പറയുന്നവനെ പറ്റി രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ ഇതിനകത്ത് അന്താരാഷ്ട്ര ബന്ധമുണ്ട്, 1000 കോടിയുടെ എനിക്കറിയാവുന്ന ബിസിനസ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് SITക്ക് അങ്ങോട്ട് ചെന്ന് പരാതി കൊടുക്കുകയും 2ഓളം വ്യവസായികളെ കൊണ്ടൊന്ന് മൊഴി കൊടുക്കുന്നതിനകത്ത് നമ്മൾ ചാക്കിൽ കെട്ടിയ പഞ്ചലോക വിഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ചാക്കിൽ കെട്ടിയ പഞ്ചലോക വിഗ്രഹം ശബരിമലയതാണെന്ന് പറഞ്ഞ് എന്നെ കാണിച്ചു അയാളുടെ ഗോഡൗണിൽ നിന്ന്. ഇതേ ചാക്കിൽ കെട്ടിയ സാധനം കഴിഞ്ഞ ദിവസം സ്റ്റോർ റൂമിൽ നമ്മൾ കണ്ട്. ചാക്ക് രണ്ടും ഒന്നാണോ? ഈ 2 പഞ്ചലോക വിഗ്രഹവും വിഷയം വന്നപ്പോൾ അവിടെ എത്തിയതാണോ എന്നൊക്കെ മനസ്സിലാക്കണ്ടല്ലോ. അപ്പം രമേശ് ചെന്നിത്തല ഇതിനകത്ത് കാണിച്ചു കൊടുത്തത്, ഇതിനകത്തൊരു കാർട്ടലുണ്ട്. അത് CPM അപ്പുറമുണ്ട്, കോൺഗ്രസിനകത്തുണ്ട്. പറയാതെ പറഞ്ഞു. ആലപ്പുഴക്കാരൻ്റെ കാര്യം പറഞ്ഞില്ലേ? ആലപ്പുഴക്കാരൻ ഒരു വ്യവസായി ഇതിനകത്ത് ഇടപെട്ടിരുന്നു. നമ്മൾ ഇതിനകത്ത് പറഞ്ഞല്ലോ പലവട്ടം. 2004 തൊട്ട് പോറ്റിയുണ്ടെന്ന് ഈ പറയുന്ന അറസ്റ്റിന് മുമ്പേ, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങളെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പപ്പം പറഞ്ഞല്ലോ 2004 പോറ്റി അവിടെ കയറി, അന്നോട്ട് അന്വേഷിക്കണമെന്ന്. അതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ 18-ാം പടിയും കൊടിമരവും ഒക്കെ വരുന്നത്. അതിനെപ്പറ്റി ദുരൂഹമുണ്ട്, കോടികളുടെ ഇടപാട് നടത്തുന്നുണ്ട്. പക്ഷേ 2004 ആരും ചർച്ച ചെയ്യാതെ പോയ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ച ഒരു വിഷയമുണ്ട്. കോൺഗ്രസിനകത്തുനിന്ന് ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ദേശീയ ലെവലിൽ ഒരുപക്ഷെ സോണിയാഗാന്ധിക്കും ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്കും ഒപ്പം അത് കഴിഞ്ഞാൽ നിൽക്കുന്ന ദേശീയ സംഘടനാ സെക്രട്ടറി ആണല്ലോ KC വേണു. KC വേണു പോലെ അന്നാണ് ഈ പറയുന്നത് പോലെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ആരെ മാറ്റിയിട്ട്, നമ്മുടെ സുധാകരനെ മാറ്റിയിട്ട് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി. അതുപോലെ G കാർത്തികേയൻ എന്ന് പറഞ്ഞ സത്യസന്ധനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ, അല്ലെങ്കിൽ ഏറ്റവും സീനിയറായിട്ടുള്ള കോൺഗ്രസ് നേതാവിനെ മാറ്റിയിട്ടാണല്ലോ ആയത്. അപ്പോൾ ഇതിനകത്ത് വല്ലാത്തൊരു കൊള്ളയുണ്ട്. ഈ കൊള്ള പിന്നെ രാഷ്ട്രീയമാനമുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ വിഷയത്തിനകത്ത് ഇപ്പോൾ ഇതുപോലെ 2 പേരും പരസ്പര ധാരണയിൽ, അല്ലെങ്കിൽ ഇടപെടണ്ട എന്ന് സോണിയാഗാന്ധിയുടെ പേര് വലിച്ചടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാക്കണ്ട എന്ന് കോൺഗ്രസ് പറയുമ്പോൾ കോൺഗ്രസ് ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് മാറുന്നു. സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞ ശിവൻകുട്ടിയെ വിലക്കുന്ന CPMൻ്റെ ദേശീയ സെക്രട്ടറി MA ബേബി പറയുന്നു സോണിയ ഇതിനകത്തില്ല. കടകംപള്ളി പറയുന്നു സോണിയ അങ്ങനെ ചെയ്യത്തില്ല. കടകംപള്ളി പറയുന്നു പ്രകാശ് അങ്ങനെ ചെയ്യത്തില്ല. പരസ്പര ധാരണയോടുകൂടി വന്ന സ്ഥിതിക്ക് ഇവർ രണ്ടും ഈ പറഞ്ഞതുപോലെ ഇനിയും ഇതിനകത്ത് കോൺഗ്രസ് ഉണ്ടെന്ന് CPM പറയത്തില്ല, CPM ഉണ്ടെന്ന് കോൺഗ്രസും പറയത്തില്ല. അതായത് സമരസപ്പെട്ടു. പക്ഷേ BJPക്ക് സമരം ചെയ്യാം, BJPക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താം. അതാണ് ഇന്നലെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ അതിന് ഓപ്പൺ ചെയ്തു കൊടുത്തത്. BJPക്ക് ശബരിമല വിഷയം അന്വേഷിക്കണം, സമഗ്രമായിട്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പറ്റും. വേറെ ആർക്കും ഇറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. അത് ഒരു വോട്ടാക്കാം, നാളെ കാലത്തെ നേട്ടമാക്കാം, MLA മാരെ ഉണ്ടാക്കാം എന്നുള്ള സാഹചര്യമാണ് കൊടുത്തത്. അതുപോലെ തന്നെ ഇത് തന്നെയാണല്ലോ RC ആവശ്യപ്പെട്ടതും. RC പ്രതീകാത്മകമായിട്ട് ശബരിമല ഭഗവാന്റെ വിഗ്രഹം, അതായത് സാധാരണ ശബരിമല ഭഗവാൻ അവിടെ അമ്പലത്തിലിരിക്കുന്ന വിഗ്രഹമല്ല കൊടുത്തത്, മഹിഷി നിഗ്രഹത്തിന് ശേഷം ശബരിമല ഭഗവാൻ നിൽക്കുന്നത്. അതായത് മഹിഷി നിഗ്രഹം എന്ന് വെച്ചാൽ, മഹിഷി എന്ന് പറഞ്ഞാൽ പ്രതീകാത്മകമായിട്ട് അനീതിയുടെയും അല്ലെങ്കിൽ അധാർമികതയുടെയും പ്രതീകമാണ്. അതിനെ നിഗ്രഹിക്കാൻ, അതില്ലായ്മയാക്കാൻ വേണ്ടി, മഹിഷിയെ വധിക്കാൻ വേണ്ടി കൂടിയായിരുന്നു ശബരിമല ശാസ്താവിൻ്റെ അവതാരം എന്ന് പോലും പുരാണം പറയുന്നുണ്ട്. അപ്പം അത്തരത്തിലൊരു ആവശ്യമുണ്ട്. ഈ മഹിഷികളെ നിഗ്രഹിക്കാൻ ശബരിമല വിഷയത്തിൽ, അല്ലെങ്കിൽ പ്രതീകാത്മകമായിട്ട് അങ്ങേ ഞാൻ ഏൽപ്പിക്കുന്നു എന്നതാണ് മോദിയോട് RC പറഞ്ഞത്. ഏതായാലും കാര്യങ്ങളുടെ കിടപ്പിങ്ങനെയാണ്. ഈ വിഷയം നമ്മൾ വിചാരിക്കുന്ന മാനത്തിലേക്ക്, നമ്മൾ ചർച്ച ചെയ്ത മാനത്തിലേക്കൊക്കെ പോകുന്നു. സോണിയാഗാന്ധിക്ക് ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് കൂടുതൽ ബലപ്പെടുന്ന സംശയമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഇടപെടലിൽ നിന്ന് നമുക്ക് മനസ്സിലാകും.